പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെയും നല്ല നാടൻ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പങ്കുവയ്ക്കുമോ? നമുക്കതൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാം അല്ലേ? നമ്മുടെ കമന്റ് ബോക്സ് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ സുപ്രഭാതം പാപ്പുട്ടി, JK ജിജേഷ് ആണെന്ന് പറഞ്ഞ സുജയ മാഡത്തിന് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഹാർട്ടാണെന്ന് തോന്നുന്നു, വിശാലമായ ഒരു ഹാർട്ട് ഇട്ടിട്ടുണ്ട് ജിജേഷ്. അപ്പോൾ താങ്ക് യു ജിജേഷ്. അതിനിടയിൽ നമ്മുടെ സലാമിക്കയുടെ ഒരു മെസ്സേജ്, ഇന്ന് ഞായറായതിനാൽ നല്ല ഉറക്കത്തിലായിരുന്നു, അപ്പോഴാണ് എൻ്റെ മകൻ നാച്ചു വന്ന് പറയുന്നത് ഇന്ന് വാർത്ത വായിക്കാൻ അരുൺ മാമനല്ല സുജയ മാഡമാണ്. ഒന്നും നോക്കിയില്ല, ചാടി എണീറ്റ്. പിന്നല്ല, ചാടി എണീറ്റേക്ക് വരണം അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാൻ. ചാടി എണീറ്റേക്ക് വന്ന സ്ഥിതിക്ക് അടുത്തൊരു ബ്രേക്കിംഗ് വാർത്ത തന്നെ ആവട്ടെ. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. രാഹുൽ മാങ്കുട്ടത്തിൽ MLAക്ക് കുരുക്കായി ഡോക്ടർമാരുടെ മൊഴി. യുവതിക്ക് അമിത രക്തസ്രാവം ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടർമാർ. യുവതിയുടെ ആരോഗ്യാവസ്ഥ മോശമായെന്നും ഡോക്ടർമാരുടെ മൊഴിയിൽ പറയുന്നു. പരാതിയിൽ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയാണ്. ചികിത്സിച്ച 2 ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. ഹരിമോഹൻ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ഹരിമോഹൻ, ഇത് ഈ കേസിൽ വളരെ നിർണായകമായ മൊഴിയായി മാറുന്നതായിരിക്കില്ലേ? കാരണം ഈ ഗർഭഛിദ്രത്തിനുള്ള ഗുളിക ഡോക്ടറുടെ സൂപ്പർവിഷൻ ഇല്ലാതെ കഴിച്ച പെൺകുട്ടി തനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് പറയുന്ന ശബ്ദരേഖ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നതും സമാന സാഹചര്യം തന്നെയാണോ? ഗർഭഛിദ്രത്തിന് ശേഷമുള്ള മോശം ആരോഗ്യാവസ്ഥയെക്കുറിച്ചാണോ മൊഴി? സുജയ, കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള മൊഴിയാണ് ഡോക്ടർമാരുടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഗർഭചിത്രം നടത്താനുള്ള മരുന്ന് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ച ശേഷം യുവതി ചികിത്സ തേടി എന്നുള്ളതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന ചില മെഡിക്കൽ രേഖകൾ, അതായത് മെഡിക്കൽ രേഖകളാണ് ആദ്യം യുവതി പോലീസിന് കൈമാറിയത്. പക്ഷേ ഇത് പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ടായിരുന്നു. 2 ആശുപത്രികളുടെ രേഖകൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ഗർഭചിത്രത്തിന് മരുന്ന് കഴിച്ചതിന് ശേഷം ചികിത്സ തേടിയ ഒരു ആശുപത്രിയിലെയും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഘട്ടത്തിലും യുവതി ചികിത്സ തേടിയിരുന്നു. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത്. ഈ 2 സ്ഥലങ്ങളിൽ നിന്നും ഈ രേഖകൾ ആധികാരികമാണോ എന്ന് പോലീസ് പരിശോധിച്ചു. ആധികാരികം തന്നെ എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. അതായത് യുവതി കൈമാറിയിട്ടുള്ള രേഖകൾ നിലവിൽ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുകയാണ്. അതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അതായത് ഹരിമോഹൻ, നമുക്ക് ഇങ്ങനെ ഉറപ്പിച്ചുകൂടെ നടന്നത് അശാസ്ത്രീയമായ ഗർഭഛിദ്രമാണ്. വീര്യം കൂടിയ മരുന്ന് ഡോക്ടറുടെ മേൽനോട്ടമില്ലാതെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തസ്രാവം ഈ പെൺകുട്ടിക്ക് ഉണ്ടായി എന്നതല്ലേ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത്? തീർച്ചയായിട്ടും സുജയ, അതിൽ ഡോക്ടർമാർ പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ 2 മരുന്നുകൾ ഇന്നലെ റോഷി റിപ്പോർട്ട് ചെയ്തതുപോലെ 2 മരുന്നുകൾ, അതായത് മൈഫിപ്രസ്റ്റോണും മൈസോപ്രോസ്റ്റോളും എന്നുള്ള 2 മരുന്നുകളാണ് യുവതി കഴിച്ചത്. ആ 2 ഗുളികകളും 2 മരുന്നുകളും ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന നിലയിലുള്ള മരുന്നുകളാണ് എന്നുള്ളതാണ്. ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ ട്യൂബ് പൊട്ടി മരണം വരെ സംഭവിക്കാം എന്നുള്ളതാണ് ഡോക്ടർമാർ മൊഴി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള മരുന്നാണ് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയും. പോലീസും അക്കാര്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വിശ്വാസത്തിലെടുക്കാവുന്ന മൊഴി തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ഈ രാഹുലിന് കുരുക്കായി മാറുന്ന മൊഴിയാണ് എന്നുള്ളത് കൂടി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഗുരുതരമായിട്ടുള്ള രക്തസ്രാവമാണ് ആ സമയത്ത് യുവതിക്കുണ്ടായിരുന്നത് എന്ന് ഡോക്ടർമാർ പറയുന്നു. ആരോഗ്യനില വളരെ വളരെ മോശമായിരുന്നു എന്നുള്ളത് കൂടിയാണ് അവർ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ സാധൂകരിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ രേഖകളുടെ പൂർണ്ണ രൂപം, അതായത് മെഡിക്കൽ ഷീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ആശുപത്രിയിൽ നിന്ന് പ്രത്യേകമായി കൈമാറിയിട്ടുണ്ട്. യുവതിയും നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ചില രേഖകൾ കൈമാറിയിരുന്നു. അത് ഉറപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ മൊഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച കൃത്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മരുന്നിന്റെ ദൂഷ്യഫലങ്ങളെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി. ഹരിമോഹൻ, നമുക്ക് ഇനി അറിയേണ്ടത്, ഹരിമോഹൻ, ഈ പെൺകുട്ടി ഗുളിക കഴിച്ച ദിവസം, അതായത് ഈ ഗുളിക കഴിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തെന്നാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ കോൾ വഴിയാണ്, കാറിലിരുന്നാണ് കഴിച്ചത്. അപ്പോൾ ആ ഗുളിക കഴിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണോ ഈ ചികിത്സാ രേഖകളിലുമുള്ളത്? സുജയ, അക്കാര്യത്തിൽ തീയതിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ പോലീസ് പറയുന്നത് ഇത് ഈ ഗർഭചിത്രം നടത്തിയതിന് ശേഷമാണ് ഈ ചികിത്സ തേടിയത്. അക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഉറപ്പിക്കാം. ആ ഗുളിക കഴിച്ചത് കൊണ്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള കാരണം. അതുമൂലമാണ് അമിതമായ രക്തസ്രാവം ഉണ്ടായിട്ടുള്ളത്, ആരോഗ്യനില മോശമായിട്ടുള്ളത് എന്നുള്ളത്. അതിൽ തീയതിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത്. അതിനപ്പുറത്തേക്ക് ആ മരുന്നുകൾ കാരണമാണ് യുവതിയുടെ ആരോഗ്യനില അല്ലെങ്കിൽ യുവതിയുടെ ജീവന് വരെ അപകടം ഉണ്ടായേക്കാം
സംഭവിച്ചേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായി കരുതേണ്ടത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ആ മരുന്ന് കഴിച്ചിട്ടുണ്ട്. മരുന്ന് കഴിച്ചതിന് ശേഷം യുവതിക്ക് അമിത രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്, ആരോഗ്യനില വളരെ മോശമായിട്ടുണ്ട്, ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിയും. അതിന് മെഡിക്കൽ രേഖകളുണ്ട്, ഡോക്ടർമാരുടെ മൊഴിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസിനെ സംബന്ധിച്ച് നിർബന്ധിത ഗർഭചിത്രം നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഗർഭചിത്രം നടന്നു എന്നുള്ളതും അതിനുശേഷം ആരോഗ്യനില മോശമായി എന്നുള്ളതും ഉറപ്പിച്ചു. ഇനിയിപ്പോൾ അറിയേണ്ടത് ആ മരുന്ന് കൈമാറിയതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്. ആ മരുന്ന് കൈമാറിയ ജോബി ജോസഫിനെതിരായിട്ടുള്ള തെളിവുകൾ നിലവിൽ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം ആ മരുന്ന് ജോബി ജോസഫിനെ കൊണ്ട് എത്തിച്ചു നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതിന്റെ തെളിവുകൾ കൂടി പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഫോൺ വിവരങ്ങളടക്കം കോൾ റെക്കോർഡുകളടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയാൽ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുരുക്ക് മുറുകി അങ്ങേയറ്റമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കേസിനെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ രേഖകൾ ആധികാരികമെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഹരി പങ്കുവച്ചതുപോലെ രാഹുലിന് കുരുക്കായി മാറുകയാണ് അതിജീവിത. ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മൊഴിയും.